Hi student. Today we will discuss the last portion of the first module, that is tool chain availability. Next is other issues while selecting other issues that we are facing while choosing a microprocessor in an embedded system. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ പോർഷൻസിനകത്ത് പഠിക്കാനുള്ളത്. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞു. So first one is tool chain availability. What are the tools available and how it is important while selecting a embedded system project. Choosing a design and development tool is equally important as selecting a microprocessor and an RTOS. RTOSും മൈക്രോപ്രൊസസ്സറും സെലക്ട് ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടൂൾസ്. ഡിസൈനിങ്ങിനും ഡെവലപ്മെൻറ്റിനും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് സെലക്ട് ചെയ്തത്. ഇൻ സം വേസ് ടൂൾ ചോയ്സസ് ആർ ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ്. ചില സിറ്റുവേഷൻസിനകത്ത് ടൂൾ ചോയ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏതിനേക്കാളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മൈക്രോപ്രൊസസ്സറും ആർട്ടോസും ചൂസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇഫ് യു ഡോണ്ട് സെലക്ട് ദ റൈറ്റ് ടൂൾസ് ദി പ്രോഡക്റ്റ് വിൽ മിസ് ദി മാർക്കറ്റ് വിൻഡോ. അപ്പോൾ നമ്മളത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വി വിൽ മിസ് ദി പ്രോഡക്റ്റ് വിൻഡോ. ഈ പ്രോഡക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. എന്താ പ്രോഡക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ? പ്രോഡക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രോഡക്റ്റിലൊരു ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെർട്ടൺ ടൈം എടുക്കും എന്ത് അതിൻ്റെ മാക്സിമം റവന്യൂ കളക്ട് ചെയ്യാൻ. ടൈമാണ് ആക്ച്വലി ഇത്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ നമ്മൾ റവന്യൂ കളക്ട് ചെയ്യുന്നതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് റവന്യൂ കളക്ട് ചെയ്യുള്ളൂ. മാർക്കറ്റിൽ അത് ഹിറ്റായി കുറച്ച് കാലഘട്ടം ഇത്രയും ടൈമിൽ അതിനാണ് നമ്മൾ മാർക്കറ്റ് വിൻഡോ എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് വിൻഡോ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് നോർമലി എന്തായിരിക്കും മാർക്കറ്റിൽ നിന്ന് ഔട്ടാകും. സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെ പുതിയ വേർഷൻ വരും, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി വരും, പുതിയ ഡെവലപ്മെൻറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ നമ്മളെ പഴയ നോക്കിയുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയത് നമ്മുടെ ഇപ്പം ആൻഡ്രോയിഡ് ഫോൺ അല്ലാത്ത ഫോൺ ഉണ്ടായിരുന്നില്ലേ, അത് മാർക്കറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പുതിയ വേർഷൻ വന്നു. നോക്കിയ എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് നെയിം തന്നെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി എന്നുള്ളതാണ് സത്യം. അതാണ് ആക്ച്വലി അതിൻ്റെ പ്രോഡക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുന്ന ഈ ടൈം പീരീഡിനാണ് ആക്ച്വലി പ്രോഡക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ. അപ്പം റൈറ്റ് ടൈമിൽ നമ്മൾ അല്ലെങ്കിൽ റൈറ്റ് ടൂൾസ് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ വി വിൽ മിസ് ദി പ്രോഡക്റ്റ് വിൻഡോ. നമുക്ക് ഈ പ്രോഡക്റ്റ് വിൻഡോ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കിട്ടില്ല. പ്രോഡക്റ്റ് വിൻഡോ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മാക്സിമം റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ പ്രോഡക്റ്റിനും എന്തുണ്ടായിരിക്കും, ഒരു പ്രോഡക്റ്റ് വിൻഡോ ഉണ്ടായിരിക്കും. ആ പ്രോഡക്റ്റ് വിൻഡോക്കകത്തു നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോഡക്റ്റ് വിൻഡോ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആക്ച്വലി ഈ ടൈം പീരീഡിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഇത്രയും ഏരിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം പോകുന്നതനുസരിച്ചിട്ട് ടൈം കഴിയുന്നതനുസരിച്ച് എന്തായിരിക്കും നമുക്ക് ഈ ഒരു ഏരിയ, ഈ ഒരു വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധിക്കും, നമുക്ക് കുറഞ്ഞു വരും. ഇപ്പോൾ പ്രോഡക്റ്റ് വിൻഡോയുടെ സൈസ് എന്തായിരിക്കും, കുറഞ്ഞു വരും. കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അൾട്ടിമേറ്റ്ലി എന്താ പറയുന്നത്, നമുക്കത് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന റവന്യൂ ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു വരുന്നത്. സോ മാർക്കറ്റിൽ റൈറ്റ് ടൈമിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് മാക്സിമം റവന്യൂ കളക്ട് ചെയ്യണം. നോർമലി ഏത് പ്രോഡക്റ്റിനും എന്തുണ്ടായിരിക്കും, ഒരു മാർക്കറ്റ് ഔട്ടാവുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ടാവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിനിടയ്ക്കുള്ള ടൈമിനാണ് നമ്മൾ എന്താ പറയുന്നത് മാർക്കറ്റ് വിൻഡോ എന്നല്ല. ആ മാർക്കറ്റ് വിൻഡോ മാക്സിമം നമ്മൾ കളക്ട് ചെയ്യുന്നവരെ നമുക്ക് റവന്യൂ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിവേ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂൾ ചെയിൻ, അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ടൂളും ഡെവലപ്മെൻറ്റ് ടൂളും റൈറ്റ് ടൂൾ ചൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, മാർക്കറ്റ് വിൻഡോ നമുക്ക് മിസ്സാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ എറർ ഫ്രീ ഒക്കെ ആക്കുമ്പോഴേക്കും എന്തായിരിക്കും ഒരുപാട് ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. ഓക്കെ, മൾട്ടി പ്രോസസ്സർ ഡിസൈൻ ആർ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് നെസസിറ്റി ഓഫ് ഡീബഗ് സ്ട്രാറ്റജീസ്. മൾട്ടി പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സർ തന്നെ. അതിൻ്റെ ഡിസൈനിങ്ങിനകത്ത് അതിൻ്റെ അതൊരു എക്സാമ്പിളാണ്, ആക്ച്വലി പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഓഫ് നെസസിറ്റി ഓഫ് ഡീബഗ് സ്ട്രാറ്റജീസ്. ഡീബഗ് സ്ട്രാറ്റജീസ് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറയാം മൾട്ടി പ്രോസസ്സർ ഡിസൈനിങ്ങിനകത്താണ് നമുക്ക്
അതാണ് ആക്ച്വലി അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് നമ്മൾ പറയും. എനിവേ ഏറ്റവും ബെസ്റ്റ് ടൂൾ അത് ഡിസൈനിങ്ങിനകത്താണെങ്കിലും ഡെവലപ്മെൻറ്റിനകത്താണെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഭയങ്കര ലോസ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ടൂൾ ചെയിൻ അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ റൈറ്റ് ടൂൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഏതിന് തന്നെ ഈക്വലാണ് നമ്മുടെ ആർട്ടോസ് ചൂസ് ചെയ്യുന്നതും മൈക്രോ പ്രൊസസ്സർ ചൂസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ചില സിറ്റുവേഷനകത്ത്, അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. വെൻ ഇവാലുവേറ്റിംഗ് ദി ടൂൾ ചെയിൻ യു ഷുഡ് ലുക്ക് ഫോർ ഗുഡ് ഇൻറ്റഗ്രേറ്റഡ് കവറേജ് ഓഫ് ദീസ് 3 ബ്രോഡ് കാറ്റഗറീസ്. നമ്മളിപ്പോൾ ഒരു ടൂൾ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 കാറ്റഗറിയും കൂടെ നമ്മൾ നോക്കണം. ഒന്ന് കമ്പൈലർ ടൂൾസ് നോക്കണം, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂൾസ് നോക്കണം, പെർഫോമൻസ് മെഷറിംഗ് ടൂൾസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നല്ല. ഈ ഏരിയയിലുള്ള ടൂൾസാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ടൂൾ, അതായത് ഇതിലേതെങ്കിലും ഒരു ബെസ്റ്റ് ടൂൾ എന്നല്ല, ഈ 3 ഏരിയയ്ക്കും വേണ്ട ഏറ്റവും ബെസ്റ്റ് ടൂൾ ഏതാണോ അതായിരിക്കണം നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ചൂസ് ചെയ്തത് നമ്മളെ പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പ്രോഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആർട്ടോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിവേ ഈ 3 ഏരിയ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏതൊക്കെ ഡീബഗിങ് ടൂളും ഏതൊക്കെ ഡിസൈൻ ടൂളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഒന്ന് കമ്പൈലർ ടൂൾസ്, ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂൾസ് ആൻഡ് പെർഫോമൻസ് മെഷറിംഗ് ടൂൾസ്. ഇനി ഫസ്റ്റ് വൺ കമ്പൈലർ. മൈ ഐഡിയൽ കമ്പൈലർ, എങ്ങനെയായിരിക്കുന്ന എൻ്റെ കമ്പൈലർ എന്ന് പറഞ്ഞാണ് ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഐഡിയൽ കമ്പൈലർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് കമ്പൈലറിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, ഇത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എങ്ങനെയായിരിക്കണം എൻ്റെ ഐഡിയൽ ആയിട്ടുള്ള കമ്പൈലർ എന്നാണ് ആക്ച്വലി ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. The correct choice of a cross compiler is more than just finding one support your target microprocessor. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കമ്പൈലർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്രോസ് കമ്പൈലർ ചൂസ് ചെയ്യുന്നതായിരിക്കും. ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സോഴ്സ് മെഷീൻ ഉണ്ടായിരിക്കും, ടാർഗറ്റ് മെഷീൻ ഉണ്ടായിരിക്കും. ടാർഗറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റമാണ് ആക്ച്വലി എന്ത് ടാർഗറ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഏത് സിസ്റ്റത്തിനകത്താണോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സോഴ്സ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് മെഷീനകത്ത് ഇരുന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ടാർഗറ്റ് മെഷീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ചോയ്സ് ഓഫ് എ ക്രോസ് കമ്പൈലേഴ്സ് മോർ ദാൻ ജസ്റ്റ് ഫൈൻഡിങ് വൺ സപ്പോർട്ട് യുവർ ടാർഗറ്റ് മൈക്രോ പ്രൊസസ്സർ. ഇപ്പോൾ സോഴ്സിനകത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ മെഷീനകത്ത് ഇരുന്നിട്ട് നമ്മളെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനകത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ടാർഗറ്റ് മെഷീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ സോഴ്സും ഈ ടാർഗറ്റ് മെഷീനും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് മെഷീനായിരിക്കും. ഇപ്പോൾ എൻ്റെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ 386 അല്ലെങ്കിൽ പെൻറ്റിയം പ്രോസസ്സറാണെന്ന് വിചാരിക്കാം. ആ പെൻറ്റിയം പ്രോസസ്സറിനകത്ത് ഇരുന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് ഈ 8085 പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് എന്ത് ചെയ്യാൻ പറ്റണം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം, മോഡിഫൈ ചെയ്യാൻ പറ്റണം, ഡീബഗ് ചെയ്യാൻ പറ്റണം, ഒക്കെ പറ്റണം. നോർമലി പെൻറ്റിയത്തിൻ്റെ പെൻറ്റിയത്തിൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പെൻറ്റിയം പ്രോസസ്സറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. ക്രോസ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ കമ്പൈലർ ആക്ച്വലി വേറൊരു പ്രോസസ്സറിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ കമ്പൈലർ റൺ ചെയ്യുന്ന മെഷീന് വേണ്ടിയിട്ടായിരിക്കില്ല നമ്മളതിൻ്റെ അസംബ്ലി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്, അത് വേറൊരു മെഷീന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിനെ നമ്മൾ ക്രോസ് കമ്പൈലർ ആണ്. നോർമലി കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സറിനകത്ത് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷീനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. യുവർ ചോയ്സ് ക്യാൻ ബി ലിമിറ്റഡ് ബൈ ഹാർഡ്വെയർ, ആർട്ടോസ് ആൻഡ് ഡീബഗിങ് ടൂൾ ചോയ്സ് മെയ്ഡ് ബൈ അതർ ടീം മെമ്പേഴ്സ്. അപ്പം നമ്മുടെ ചോയ്സ് എന്നെ ലിമിറ്റ് ചെയ്യുന്നത് ഏത് കമ്പൈലർ ആയിരിക്കണം അല്ലെങ്കിൽ ഏത് ക്രോസ് കമ്പൈലർ ആയിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇറ്റ്സ് ലിമിറ്റഡ് ബൈ ഹാർഡ്വെയർ, നമ്മുടെ ടാർഗറ്റ് മെഷീൻ എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദെൻ ആർട്ടോസ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന റിയൽ ടൈം OSനകത്ത് എന്താണെന്നുള്ളത്
ഡിപ്പെൻഡ് ആയിരിക്കും. ഇത് ഡീബഗിങ് ടൂൾ ചോയ്സ്, നമ്മൾ ഡീബഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും. ആൻഡ് ഡീബഗിങ് ടൂൾ ചോയ്സ് മെയ്ഡ് ബൈ അതർ ടീം മെമ്പേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്ന ഡീബഗിങ് ടൂൾ ഏതാണെന്നുള്ള അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എന്തായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ദ ഫീച്ചേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദി യൂസബിലിറ്റി ഓഫ് എ ക്രോസ് കമ്പൈലർ ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പം ഒരു ക്രോസ് കമ്പൈലറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഫീച്ചേഴ്സ് ദാറ്റ് ഇംപ്രൂവ് ദി യൂസബിലിറ്റി ഓഫ് എ ക്രോസ് കമ്പൈലർ ഇൻക്ലൂഡ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് അത് നോക്കാം നമുക്ക്. ഒരു ക്രോസ് കമ്പൈലർ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളതാണ്. ഇൻലൈൻ അസംബ്ലിയുള്ള ക്രോസ് കമ്പൈലേഴ്സ് ഒരുപാടുണ്ടാകും. ഇൻലൈൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ കമ്പൈലേഴ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസംബ്ലി ലാംഗ്വേജ് കോഡ് നമുക്ക് സെപ്പറേറ്റ് എഴുതാൻ പറ്റണം. സിക്കകത്തൊക്കെ അത് പോസിബിളാണ്, സി ലാംഗ്വേജിനകത്തൊക്കെ അത് പോസിബിളാണ്. അപ്പം സാധാരണ ഒരു ലാംഗ്വേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ASM എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിഫിക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസംബ്ലി ലാംഗ്വേജ് കോഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻലൈൻ അസംബ്ലി. Although many cross compilers support the inclusion of assembly code as separate C-like functions and they assemble not compiled. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇൻലൈൻ അസംബ്ലി എന്നതിന് പറയാം. ഇൻലൈൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ ശരിക്കും കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ C പോലത്തെ ലാംഗ്വേജാണ് ആക്ച്വലി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുക, ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെ. അപ്പോൾ ആ ഹൈ ലെവൽ ലാംഗ്വേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അസംബ്ലി ലാംഗ്വേജിൻ്റെ കോഡ് എഴുതാൻ പറ്റണം. 8085-ൻ്റെയോ 8086-ൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൾ മാക്കിൻടോഷിൻ്റെയോ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു ഫംഗ്ഷനായിട്ട് സിയിലുള്ള ഒരു ഫംഗ്ഷൻ പോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. അല്ലെങ്കിൽ ഒരു പ്രിഫിക്സ് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു പ്രിഫിക്സ് കൊടുത്തിട്ട് അത് അസംബ്ലി ലാംഗ്വേജ് കോഡാണെന്ന് കമ്പൈലറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ള സ്കോപ്പാണ്. ഇപ്പോൾ സിക്കകത്തൊക്കെ അതുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ് അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്ന കോഡിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതെന്താ ചെയ്യുക, അസംബ്ലി ചെയ്യുക ചെയ്യുന്നത്. അതൊരിക്കലും എന്തല്ല ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അപ്പോൾ അതായത് ഇൻലൈൻ അസംബ്ലി ഉണ്ടെങ്കിൽ എന്തായിരിക്കും, കുറച്ചും കൂടെ ക്രോസ് കമ്പൈലർ എന്തായിരിക്കും ഇമ്പ്രൂവ് ചെയ്യും എന്ന് നമ്മൾ പറയും. പിന്നെ ഇൻട്രപ്റ്റ് ഫങ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. INT യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ പ്രിഫിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ഡോസ് ഇൻട്രപ്റ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പം ബയോസ് ഇൻട്രപ്റ്റ്, ഡോസ് ഇൻട്രപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തരം ഇൻട്രപ്റ്റ്സ് ഉണ്ട്. സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ്, അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് നമുക്ക് ഇതിനകത്ത് നമ്മളെ പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ പല ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് എന്ന് പറയുന്നത് വളരെ അടുത്ത് നിന്ന് ഹാർഡ്വെയറിൻ്റെ ഏറ്റവും നിയർ ബൈ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളൊരു ഫംഗ്ഷനാണ് ആക്ച്വലി ഇൻട്രപ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്ന സാധനം. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ആ ഹാർഡ്വെയറിൻ്റെ ഫങ്ഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഇൻട്രപ്റ്റ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്രോസ് കമ്പൈലറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നോർമലി ഇറ്റ് ഷുഡ് ഇംപ്രൂവ് ദി ഫീച്ചേഴ്സ് ഓഫ് കമ്പൈലർ ഓർ ക്രോസ് കമ്പൈലർ. ഓക്കെ. ISR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റൂട്ടീനകത്തേക്ക് അത് പോകും. ആ റൂട്ടീൻ ഓൾറെഡി ബിൽറ്റ് ഇൻ കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ അതാണ് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് ലിസ്റ്റ് ഫയൽ ജനറേഷൻ. The assembly language list file contains C statements as comments with the assembly language instructions generate. Assembly language first ലിസ്റ്റ് ഫയൽ കണ്ടെയ്ൻസ്, അസംബ്ലി ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് ഫയലിനകത്ത് നമുക്ക് C ടൈപ്പ് കമൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അസംബ്ലി ലാംഗ്വേജ് മനസ്സിലായ ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് കുറച്ചും കൂടെ ഹൈ ലെവൽ രീതിയിൽ ഉള്ള കോഡായതുകൊണ്ട്, സാധാരണ ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ലാംഗ്വേജ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫയൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അസംബ്ലി ലാംഗ്വേജിന് പകരം ഒരു ഹൈ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫയൽ ലിസ്റ്റ് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമർക്കോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കോ കുറച്ചും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതാണ് അസംബ്ലി ലാംഗ്വേജ് ലിസ്റ്റ് ഫയൽ ജനറേഷൻ അറിയാം.
The standard libraries. Many of the standard library functions that you expect to be included with your compiler are not part of the standard C or CPP. അത് നമുക്ക് ലൈബ്രറി ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര നല്ല അഡ്വാൻറ്റേജസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ എന്ത് ചെയ്യേണ്ടി വരില്ല, ആ കോഡ് എഴുതേണ്ടി വരില്ല. ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ സാധനം, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന സംഭവം ഓൾറെഡി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, SQRT ഓഫ് ഫംഗ്ഷൻ എഴുതിയാൽ മതി സീക്കത്തൊക്കെ. സപ്പോസ് ആ ഫംഗ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, സ്ക്വയർ റൂട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം തന്നെ റൈറ്റ് ചെയ്യണമായിരുന്നു. അത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ട് റൈറ്റ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത്രയും ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടി വരും. അത് റൺ ചെയ്യാൻ ഒരുപാട് ടൈം വേറെ പോകും. ഇത് എന്തായിരിക്കും, ഇത് സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് അവൈലബിൾ ആയതുകൊണ്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അതിന് ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ടൂൾ ചെയിൻ അവൈലബിൾ ആയിട്ട് കമ്പൈലർ ടൂൾസിനകത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇൻറ്ററപ്റ്റ് ഫംഗ്ഷൻ. അതിന് സ്റ്റാർട്ടപ്പ് കോഡ് ആണ്. ദിസ് ഈസ് അസംബ്ലി ലാംഗ്വേജ് കോഡ് നീഡഡ് ടു എസ്റ്റാബ്ലിഷ് ദി C runtime environment. This is the code that goes from reset and ends with a JSR to main. ഇത് സ്റ്റാർട്ടപ്പ് കോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കോഡ്സ്, അതായത് എങ്ങനെ ജനറേറ്റ് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ദിസ് അസംബ്ലി ലാംഗ്വേജ് കോഡ്, ഇത് അസംബ്ലി ലാംഗ്വേജ് കോഡാണ് നീഡഡ് ടു എസ്റ്റാബ്ലിഷ് ദി C runtime environment. നമുക്കൊരു C എൻവയോൺമെൻറ്റ് ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് തരും. This is code that goes from reset and ends with a JSR to main. മെയിൻ പ്രോഗ്രാമിനകത്തേക്കുള്ള ഒരു എന്താണ് നേരിട്ടുള്ള ഒരു ജമ്പിങ് ആണ് ആക്ച്വലി ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു C എൻവയോൺമെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. നമ്മുടെ ക്രോസ് കമ്പയറിൽ കുറച്ചും കൂടെ എളുപ്പത്തിലാണ് വരാൻ പറ്റും. Next is RTOS support. Are a choice of compiler and RTOS compatible? RTOS compatible ആണോ, അതിനുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഈ കമ്പൈലറിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എംബഡഡ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന കമ്പൈലർ കുറച്ചും കൂടെ എന്തായിരിക്കും, നമുക്ക് യൂസബിൾ ആയിരിക്കും അല്ലേ, നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റം മെഷീനാണ്, അല്ലെങ്കിൽ എംബഡഡ് സിസ്റ്റം പ്രോഡക്റ്റാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ എംബഡഡ് സിസ്റ്റമല്ല, എംബഡഡ് സിസ്റ്റത്താണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് ആദ്യം നോക്കണം. ഓക്കെ, RTOS സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആർ യു ചോയ്സ് ഓഫ് കമ്പൈലർ ആൻഡ് RTOS കോമ്പാറ്റബിൾ. ഈ കമ്പൈലർ എന്ന് പറഞ്ഞ സാധനം RTOS കോമ്പാറ്റബിൾ ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. അല്ല, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് നമ്മുടെ കമ്പൈലർ എന്ന് പറയുന്നത് അല്ലേ. ആദ്യം റിയൽ ടൈം ഏറ്റവും ആദ്യം ഒരു ഹാർഡ്വെയറിൻ്റെ മേലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് റൺ ചെയ്യുന്നത്, ഈ കമ്പൈലർ പോലത്തെ സോഫ്റ്റ്വെയറോ സിസ്റ്റം സോഫ്റ്റ്വെയറോ നമ്മൾ റൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ കമ്പൈലർ ഏറ്റവും മേലെയുള്ള ഈ കമ്പൈലർ തന്നെ സംഭവം ആര് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം, റിയൽ ടൈം OS സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റിയൽ ടൈം OS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് OS അല്ല, എംബഡഡ് സിസ്റ്റം റിയൽ ടൈം ആയതുകൊണ്ട് റിയൽ ടൈം OS ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് RTOS സപ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കണം, കമ്പൈലർ ആയിരിക്കണം എന്ന് നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പം RTOS സപ്പോർട്ട് ചെയ്യുന്ന കമ്പൈലർ ആണെങ്കിൽ കുറച്ചും കൂടെ എന്തായിരിക്കും, നമുക്ക് എളുപ്പമുണ്ട്. ടൂൾസ് ഇൻറ്റഗ്രേഷൻ. ഈസ് യുവർ കമ്പൈലർ ചോയ്സ് കമ്പാറ്റബിൾ വിത്ത് അതർ ടൂൾസ് മേക്ക് അൾട്ടിമേറ്റ്ലി ഡീബഗർ ആൻഡ് സോ ഓൺ ദാറ്റ് യു പ്ലാൻ ടു യൂസ്. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ടൂൾസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് വെക്കണം. ഒപ്റ്റിമൈസേഷൻ. ഡസ് ദി കമ്പൈലർ സപ്പോർട്ട് ഒപ്റ്റിമൈസേഷൻ ഫോർ സ്പീഡ് ആൻഡ് കോഡ് സൈസ്. അപ്പോൾ എംബഡഡ് സിസ്റ്റത്തിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമ്മളിത് ടാർഗറ്റ് മെഷീനിനകത്തുള്ള മെമ്മറി എന്ന് പറഞ്ഞ സാധനം, ഇത് സ്റ്റാൻഡ് അലോൺ മെഷീനാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞ സാധനം ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കമ്പൈലർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ കമ്പൈലർ എന്താണ് ഭയങ്കര
നല്ല കമ്പൈലറാണ്, കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. സപ്പോർട്ട് ഫോർ എംബഡഡ് C++. ടു ലോവർ ദി ഓവർഹെഡ് ഓഫ് C++ ആൻഡ് മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് ഫോർ എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് എംബഡഡ് സിസ്റ്റം ആപ്ലിക്കേഷന് സപ്പോർട്ട് ചെയ്യുന്ന C++ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഫെസിലിറ്റി ഉള്ള കമ്പൈലറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. The inclusion of non-standard keywords such as ASM, interrupt tends to make the code non-portable. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും ആദ്യം നമ്മൾ അസംബ്ലി, ഇൻലൈൻ അസംബ്ലി എന്ന് പറഞ്ഞ സാധനവും ഇൻട്രപ്റ്റ് ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞ സാധനം, കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിസർവ്ഡ് വേർഡ് എന്ന് അതിന് പറയാം. റിസർവ്ഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ASM എന്ന് പറഞ്ഞ സാധനം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാണ്? അസംബ്ലി ലാംഗ്വേജ് കോഡാണെന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ASM എന്ന് പറഞ്ഞ കീവേഡും, ഇൻട്രപ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ്വെയർ ഇൻട്രപ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് INTERRUPT എന്ന് പറഞ്ഞ വേർഡും നമ്മൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ വേർഡും നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും ചൂസ് ചെയ്തിട്ടാണ് ഇൻട്രപ്റ്റിനെയും അസംബ്ലി ലാംഗ്വേജ് കോഡിനെയും ഇൻലൈൻ അസംബ്ലിനെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ രണ്ട് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേർഡ് നോൺ സ്റ്റാൻഡേർഡ് എന്നല്ല, സാധാരണ കമ്പൈലറിനകത്ത് കാണാത്തതായതുകൊണ്ട് ഇതെന്തായിരിക്കത്തില്ല, പോർട്ടബിൾ ആയിരിക്കത്തില്ല. ഇതിനകത്ത് ഇത് യൂസ് ചെയ്തിട്ട് എഴുതുന്ന പ്രോഗ്രാംസ് പോർട്ടബിൾ ആയിരിക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മെഷീൻസിനകത്തും ഈ ഒരു പ്രോസസ്സർ ആയിരിക്കണമെന്നല്ല യൂസ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇൻട്രപ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഇൻട്രപ്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പോർട്ടബിൾ ആവണമെന്നില്ല. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോഗ്രാം പോർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വി ക്യാൻ യൂസ് ദിസ് പ്രോഗ്രാം വിത്ത് എനി കമ്പ്യൂട്ടർ വിത്തൗട്ട് മോഡിഫിക്കേഷൻസ് ഓർ സ്ലൈഡ് മോഡിഫിക്കേഷൻസ്. ഈ പ്രോഗ്രാം നമുക്ക് ഏത് മെഷീനകത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും വിത്ത് സ്ലൈഡ് മോഡിഫിക്കേഷൻ ഓർ വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ. അങ്ങനെയുള്ള പ്രോഗ്രാമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ടബിൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലാംഗ്വേജിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കീവേഡ് ASM എന്ന് പറഞ്ഞ സാധനവും ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ സംഭവവും എന്താക്കില്ല? പോർട്ടബിൾ ആക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് എന്തായിരിക്കില്ല? മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റില്ല, പോർട്ടബിൾ ആക്കാൻ സമ്മതിക്കില്ല. കാരണം നമ്മളിത് എഴുതുന്ന ഏതിൻ്റെ മെഷീൻ കോഡിന് വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന ടാർഗറ്റ് മെഷീൻ്റെ മൈക്രോ പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ആ മൈക്രോ പ്രോസസ്സർ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കോഡ് അവിടെ വർക്ക് ചെയ്യില്ല. അതേപോലെ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞ സാധനം എല്ലാ പ്രോസസ്സറിനും ഒരേ ഇൻട്രപ്റ്റ് ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ഇൻട്രപ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രോസസ്സർ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻട്രപ്റ്റ് എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്തായി മാറില്ല? പോർട്ടബിളായിട്ട് മാറില്ല, അത് നോൺ പോർട്ടബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും ആയിരിക്കണം എന്ത് നമ്മുടെ ഐഡിയൽ കമ്പൈലറാണ്. ഇൻലൈൻ അസംബ്ലി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം, ഇൻട്രപ്റ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റണം, അസംബ്ലി ലാംഗ്വേജ് ലിസ്റ്റ് ഫയൽ ജനറേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്, സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും, സ്റ്റാർട്ടപ്പ് കോഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ആർട്ടോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും, ടൂൾ ഇൻറ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതിയേക്കരുത്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ടൂൾ ഇൻറ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒപ്റ്റിമൈസേഷൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടി ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ഒപ്റ്റിമൈസേഷൻ എന്ന സാധനം പോസിബിളാണ്. എംബഡഡ് സിസ്റ്റം സപ്പോർട്ട് ഉള്ള ലാംഗ്വേജ് ആണെങ്കിൽ, നല്ല കമ്പൈലറാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ ASM ഇൻട്രപ്റ്റും കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതെന്തായിരിക്കില്ല? പോർട്ടബിൾ ആയിരിക്കില്ല. വേറെ മെഷീനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പൈലർ കോഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്തത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂൾസ്. Hardware software debugging tool. The software debugging tools may either GUI or text-based command line interface. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂൾ എന്ന് പറഞ്ഞാൽ സാധാരണ GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമുക്ക് എന്താ പറയുക, ലൈനിൽ കാണിച്ചു തരികയും ഇന്നതെടുത്താണെന്നൊക്കെ പറഞ്ഞ് ബ്ലിങ്ക് ചെയ്യുകയും ഒക്കെ കാണിക്കുന്ന ഗ്രാഫ്സ് യൂസ് ചെയ്തിട്ട്. നമ്മുടെ പണ്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബേസ്ഡ് ആണ്, ടെക്സ്റ്റ് ബേസ്ഡ് കമാൻഡാണ് ആക്ച്വലി. ഡോസ് എന്ന് പറഞ്ഞ സാധനം, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ആക്ച്വലി കമാൻഡ് ബേസ്ഡ് ഇതാണ്. കമാൻഡ് ബേസ്ഡ് എന്ന് പറഞ്ഞ സാധനം കമാൻഡ് നമുക്ക് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഈവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിലെന്താണ് കമ്പ്യൂട്ടർ ഭയങ്കര വിപ്ലവം തന്നെ ഉണ്ടാക്കിയൊരു സാധനമാണ് GUI തന്നെ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. അതാകുമ്പോൾ നമുക്ക് പിക്ചറാണ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏത് കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ചർ കണ്ടാൽ മനസ്സിലാവും, അത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. അങ്ങനെ GUI ഉള്ള ഡീബഗിങ് ടൂൾസും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡീബഗിങ് ടൂൾസും അവൈലബിൾ ആണ്. എ മോഡേൺ ഡീബഗർ
offers both type of interface with the GUI automatically building issues the command line interface. GUI തന്നെ command line interface ഉള്ളതും നമുക്ക് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന modern debuggers available ആണ്. Normally using debugging tools are an ICE in circuit emulator എന്നാണ് കേട്ടോ. ICയുടെ മീനിങ് ഇൻ സർക്യൂട്ട് എമുലേറ്റർ. in എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം, സർക്യൂട്ട് C emulator E, in circuit emulator. An interface to a chip hardware debugging resource. An interface to a chip hardware debugging resources. A ROM emulator, a logic analyzer, performance analyzer. ഇത്രയും ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂൾസ് ഉണ്ട്. ഡീബഗിങ് ടൂൾസ് ആണ് ആക്ച്വലി ഇത്. IC എന്ന് പറഞ്ഞാൽ ഇൻ സർക്യൂട്ട് എമുലേറ്റർ തന്നെ ആക്ച്വലി ഒരു ഹാർഡ്വെയർ ഡീബഗിങ് ടൂളാണ്. അപ്പം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡീബഗിങ് ടൂളാണ്. നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ടാർഗറ്റ് മെഷീൻ്റെ മൈക്രോ പ്രോസസ്സർ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ സർക്യൂട്ട് എമുലേറ്ററിനകത്തുള്ള കണക്ടർ കൊണ്ടേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഴ്സ് മെഷീനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്ന പോലത്തെ അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽസ് പോലത്തെ സിഗ്നലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. അതിന് ഇൻ്റർഫേസ് ടു ചിപ്പ് ഹാർഡ്വെയർ ഡീബഗിങ് സോഴ്സ്. നമുക്ക് ടാർഗറ്റ് മെഷീൻ തന്നെ എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, ഓരോ ചിപ്പ് ബൈ ചിപ്പായിട്ട് ഡീബഗ് ചെയ്ത് വെക്കാൻ പറ്റും. റോം എമുലേറ്റർ അവൈലബിൾ ആണ്. ലോജിക് അനലൈസർ നമുക്ക് ഒരു ചിപ്പിൻ്റെ പിന്നിനകത്ത് നമുക്ക് സീറോസ് ആൻഡ് വൺസ് വരുന്നുണ്ടോ, എന്തൊക്കെയാണ് വരേണ്ടത്, ഓരോ അതിൻ്റെ ലോജിക് സ്റ്റേറ്റ് എന്താണ്, ഇതൊക്കെ അനലൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ പെർഫോമൻസ് അനലൈസർ, ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രോസസ്സറും അതടങ്ങിയ ബോർഡും എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീബഗിങ് ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഡീബഗിങ് ടൂൾസ് ആണ് എന്ത്, in circuit emulator, interface to a chip hardware debugging resource, a ROM emulator, a logic analyzer, a performance analyzer. പിന്നെ പെർഫോമൻസ് മെഷറിങ് ടൂൾസ്, പെർഫോമൻസ് മെഷറിങ് ടൂൾസ് ഒരുപാട് ഉണ്ട്. ഓരോ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും എങ്ങനെ മെഷർ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് അനലൈസർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ലാസ്റ്റ് മോഡ്യൂളിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പോർഷൻസ്, അതർ ഇഷ്യൂസ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്. അതർ ഇഷ്യൂസ് വൈൽ സെലക്ടിങ് other issues that we are facing while selecting a microprocessor in an embedded system project. It is obvious that many factors must be considered when choosing a specific microprocessor, microcontroller or processor core for your application. നമ്മൾ മൈക്രോ പ്രോസസ്സർ, നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്രോസസ്സറോ മൈക്രോ കൺട്രോളറോ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കത്തില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നത്. അതർ ഇഷ്യൂസ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്സിനകത്തുള്ള അതർ ഇഷ്യൂസ് എന്തൊക്കെയാണ്. although implementation, performance, operating system support and tool support impact the choice in nearly every project, certain other issues are frequently important. അത് നമ്മൾ നോർമലി ഒരു എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ സെലക്ട് ചെയ്യുമ്പോഴാണ്, പെർഫോമൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, പിന്നെ ടൂൾസ് സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും നമ്മുടെ പ്രോജക്റ്റിനെ അത് ഡയറക്റ്റായിട്ട് ബാധിക്കുന്നതാണ്. അതേപോലെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കുറച്ച് അതർ ഇഷ്യൂസാണ് നമ്മൾ ഇവിടെ ഇതുവരെ മെൻഷൻ ചെയ്യാത്ത അതർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Other issues frequently must be considered. A prior commitment to the processor family, a prior restrictions on language, time to market factors. ഇത്രയും കാര്യങ്ങളാണ് നമുക്കെന്ത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ. സെലക്ഷൻ പ്രോസസ്സിനിടയ്ക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രയർ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോസസ്സർ എന്താ. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിഷ്ടമുള്ളൊരു പ്രോസസ്സർ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം 8085 എന്ന് പറഞ്ഞ പ്രോസസ്സർ എന്ത് ചെയ്തു,
ഡെവലപ്പ് ചെയ്ത് ഇൻ്റൽ തന്നെ കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇൻ്റൽ തന്നെ കമ്പനി ഡെവലപ്പ് ചെയ്ത സമയത്ത് പ്രോസസ്സർ 8085 ആയിരുന്നു. പ്രോസസ്സർ 8085 വെച്ചിട്ട് പല ആൾക്കാരും പല എംബഡഡ് സിസ്റ്റം പ്രോഡക്റ്റും പല പ്രോഡക്റ്റുകളും ഡെവലപ്പ് ചെയ്ത സമയത്ത് അത് 8-bit പ്രോസസ്സറാണ്. അപ്പം അതിൻ്റെ എക്സ്റ്റേണൽ ഡാറ്റാ ബസ്സും ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സും ഒക്കെ 8-bit ആയിരുന്നു. അതുകൊണ്ട് തന്നെ 8-bit ഡിവൈസസിന് വേണ്ടിയിട്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇൻ്റൽ തന്നെ ഈ കമ്പനി നെക്സ്റ്റ് വേർഷൻ ഈ സാധനത്തിനെ ഡെവലപ്പ് ചെയ്തു, മൈക്രോ പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. ആ ഡെവലപ്പ് ചെയ്ത സമയത്ത് ഏതായിരുന്നു അത് 8086 തന്നെ പ്രോസസ്സറായിരുന്നു. 16-bit പ്രോസസ്സർ, എക്സ്റ്റേണലി 16 ആണ്, പിന്നെ 20 അഡ്രസ് ലൈൻസ് ഉണ്ട്, ഇതിവിടെ 16 ആണുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. പക്ഷേ പ്രോസസ്സിങ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഡബിൾ ആയിരുന്നു. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8085 തന്നെ പ്രോസസ്സർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. 8085 തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും 40-pin IC ആണ്. ഈ 8085 എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റില്ല, മോട്ടറോള വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ അടുത്ത വേർഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എപ്പോഴും ഈ പ്രോഡക്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ അടുത്ത വേർഷൻ എന്താണോ അതിനാണ് ആക്ച്വലി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മിക്കവാറും എന്തുണ്ടാക്കുന്നത്, അടുത്ത വേർഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ IBM എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 8088 ഇൻ്റലിൻ്റെ 8088 തന്നെ പ്രോസസ്സറാണ്. അപ്പോൾ 8088 തന്നെ പ്രോസസ്സർ വെച്ചിട്ട് അതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി IBMൻ്റെ ഫസ്റ്റ് കമ്പ്യൂട്ടർ തന്നെ. സെക്കൻഡ് അത് അന്നേരം നമ്മൾ IBM PC എന്നായിരുന്നു പറയേണ്ടത്. മൈക്രോ പ്രോസസ്സർ 8088 ഒരു ഫ്ലോപ്പി ഡിസ്ക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററും മാത്രമേ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഹാർഡ് ഡിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് IBM PC എന്നാണെന്ന് പറയേണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പ്രോസസ്സർ എന്ത് ചെയ്തു, ടെക്നോളജി കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു, ഒരു ഹാർഡ് ഡിസ്ക് കൂടെ വെച്ച് ചെയ്തു, അതിനെ XT എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് AT എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ IBM AT എന്ന് പറഞ്ഞാൽ ആ സമയത്ത് 8088 തന്നെ പ്രോസസ്സർ എന്ത് ചെയ്തു, അവർ റീപ്ലേസ് ചെയ്തു. ഇൻ്റലിൻ്റെ 286 തന്നെ 32-bit പ്രോസസ്സർ എന്ത് ചെയ്തു, അവർ ഡെവലപ്പ് ചെയ്തു. ആ 286 തന്നെ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്തുണ്ടാക്കിയത്, അവർ IBM PC AT എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇൻ്റലിൻ്റെ തന്നെ മൈക്രോ പ്രോസസ്സറിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഏതാണെന്ന് നോക്കിയൊക്കെ ചെയ്യുക. ഒരിക്കലും അത് എന്തിനകത്തേക്ക് പോകില്ല, വേറൊരു മോട്ടറോളയിനകത്തോ അല്ലെങ്കിൽ ആപ്പിൾ മെക്കിൻ്റെഷനകത്തേക്കൊന്നും പോകില്ല. അതാണ് നമ്മൾ പറയുന്നത് പ്രയർ കമ്മിറ്റ്മെൻറ്റ് ടു എ പ്രോസസ്സർ ഫാമിലി. ആ പ്രോസസ്സർ ഫാമിലി തന്നെയുള്ള അടുത്ത റിക്വയർമെൻറ്റ് എന്താണെന്ന്, അടുത്ത വേർഷൻസ് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പ്രയർ റെസ്ട്രിക്ഷൻസ് ഓൺ ലാംഗ്വേജ്. ഈ റെസ്ട്രിക്ഷൻസ് ഇതിനകത്തുണ്ട്, ലാംഗ്വേജിനകത്തുണ്ട്. അതായത് നമ്മളിപ്പം ചില പ്രോഡക്റ്റ് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ, ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മിലിറ്ററി ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഡ എന്ന് പറഞ്ഞ ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് വേറെ ഏതെങ്കിലും ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. റെസ്ട്രിക്ഷൻസ് എന്നല്ല, നമുക്കിത് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹം വേറെ പല ലാംഗ്വേജ് യൂസ് ചെയ്യാനായിരിക്കും, പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് ഇന്ന ലാംഗ്വേജ് തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത്, അതിനെയാണ് നമ്മൾ ആക്ച്വലി എന്ന് പറയുന്നത് പ്രയർ റെസ്ട്രിക്ഷൻസ് ഓൺ ലാംഗ്വേജ്. പിന്നെ ടൈം ടു മാർക്കറ്റ് ഫാക്ടേഴ്സ്. ടൈം ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു മാർക്കറ്റ് എ പ്രോഡക്റ്റ്. ഇപ്പം ഡെവലപ്പ് ചെയ്തു, അതായത് ഡിസൈൻ ചെയ്തു, ഡെവലപ്പ് ചെയ്തു, പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി മാർക്കറ്റ് റിലീസ് ചെയ്യുന്ന ടൈമിനാണ് നമ്മൾ എന്താ പറയുന്നത് ടൈം ടു മാർക്കറ്റ് എന്ന് പറയുന്നത്. ടൈം ടു പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമിനാണ് എന്ന് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ടൈം ടു മാർക്കറ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ടൈം ടു മാർക്കറ്റ് എന്നാണ്. ഒന്ന് NRI കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് ഒക്കെ ഇതിന് ഫാക്ടേഴ്സാണ്. അപ്പം എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഏത് ടെക്നോളജി യൂസ് ചെയ്യുന്നു, ഇതൊക്കെയുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടൈം ടു മാർക്കറ്റ് എന്ന്. ടൈം ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഏറ്റവും കറക്റ്റ് ടൈമിൽ മാർക്കറ്റിൽ ഹിറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തായിരിക്കും, ഏറ്റവും വലിയൊരു എന്തായിരിക്കും, ഫെയിലർ ആയിരിക്കും. നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പേജർ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ്, മാർക്കറ്റിലൊക്കെ ഭയങ്കര ഹിറ്റായി നടക്കുന്ന സാധനമായിരുന്നു. അതൊരു മെസ്സേജ് ചെയ്യാനുള്ളൊരു ഡിവൈസ് മാത്രമായിരുന്നു. അന്ന് എല്ലാവരും ഈ എംപ്ലോയീസ് മിക്കവാറും ആൾക്കാർ പേജസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ വേറൊരു സാധനമാണ് ഡിജിറ്റൽ ഡയറി എന്ന് പറഞ്ഞാൽ, കുറേ കാലം മുമ്പാണ് ഡിജിറ്റൽ ഡയറി എന്ന് പറഞ്ഞ സംഭവം. ഡിജിറ്റൽ ഡയറിയും ഇത് മാർക്കറ്റിൽ ഭയങ്കര ഹിറ്റായി
മാർക്കറ്റ് വിൻഡോ ഇങ്ങനെ ഡൗൺ ആവാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് വരാൻ തുടങ്ങിയത്, കറക്റ്റ് ടൈമിൽ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ വന്നത്. മൊബൈൽ ഫോൺ ഈ രണ്ട് സാധനങ്ങളുടെയും ഫങ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് മെസ്സേജ് ചെയ്യാം, ഫോൺ ചെയ്യാം, മെസ്സേജ് തിരിച്ച് ചെയ്യാം, ഒക്കെ ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്ക് എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ചെയ്യാവുന്നതുകൊണ്ട് ഇത് രണ്ടും മാർക്കറ്റിൽ എന്ത് ചെയ്യും, ഔട്ടായി. പിന്നെ ഒരുപാട് കാലം മാർക്കറ്റിൽ ആര് റോൾ ചെയ്തു, ഈ മൊബൈൽ ഫോൺ തന്നെ സാധനം റോൾ ചെയ്തു. അപ്പോൾ ടൈം ടു മാർക്കറ്റിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ എന്തായിരിക്കും, നമ്മളെ ഇതിൻ്റെ ഇഷ്യൂസാണ്. എംബഡ് സിസ്റ്റം സെലക്ട് ചെയ്യാനുള്ള, പ്രോസസ്സർ സെലക്ട് ചെയ്യാനുള്ള കുറേ ഫാക്ടേഴ്സിനകത്ത് ഇതും പെടുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂൾ ഈസ് ഓവർ. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ഞാൻ നിങ്ങളെ ഗ്രൂപ്പിനകത്ത് ഇൻഫോം ചെയ്യാം. എനിവേ, താങ്ക് യു.